ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോ കോർപ്പിൻ്റെ വീഡ V1 Pro എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ ഒരു സ്കൂട്ടർ ഞാൻ എടുത്ത സമയത്ത് കറക്റ്റ് എക്കോ മോഡിൽ 100 കിലോമീറ്റർ കിട്ടുമായിരുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ വാറണ്ടി കഴിഞ്ഞു. എൻ്റെ വണ്ടിയുടെ വാറണ്ടി 30,000 കിലോമീറ്റർ, ഇല്ലെന്നുണ്ടെങ്കിൽ 3 വർഷമായിരുന്നു. അപ്പോൾ അങ്ങനെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നലെ ഫുള്ള് എക്കോ മോഡിലാണ് ഈ ഒരു വാഹനം ഓടിച്ചത്. ശരാശരി ഒരു 30-35 ആ ഒരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മൈലേജ് ഒരു 75 കിലോമീറ്ററിനകത്താണ്. ഇനി ഒരു 14% ബാക്കപ്പ് ഉണ്ട് ബാറ്ററി. അപ്പോൾ ഇതെല്ലാം കൂടെ ഓടിക്കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ കൂടെ ഓടാൻ കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓടിക്കഴിഞ്ഞാൽ തന്നെ ഒരു 85 കിലോമീറ്റർ ശരാശരി ഈ ഒരു വാഹനം ഓടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഒരു 15 കിലോമീറ്ററോളം മൈലേജ് ലോസാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സോഫ്റ്റ്വെയർ പ്രശ്നമാണോ അല്ലെ ബാറ്ററി മരിച്ചു തുടങ്ങിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. എനിക്കിനി വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 കിലോമീറ്ററോളം മുന്നോട്ട് പോയാലേ വീട്ടിലെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചാർജർ എടുത്തിട്ടില്ല, ചാർജിങ് പോയിൻ്റ് എവിടെ ഉണ്ടെന്നറിയില്ല. അങ്ങനെ ഞാൻ തിരക്കിയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ പോകുമ്പോഴത്തേക്ക് മരുതാൻകുഴി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ വിടയുടെ ചാർജിങ് പോർട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ അവിടെ വന്നിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഒതുക്കി വെച്ചതിന് ശേഷം ബാറ്ററി ഇളക്കി കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് 2 ഗണ്ണുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വാഹനം ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു. ഇപ്പോൾ നിലവിൽ ഫ്രീ ആണ്, അപ്പോൾ ഇത് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് പുള്ളിക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ചാർജ് ചെയ്തു. ജസ്റ്റ് ഗണ്ണെടുക്കുക, അതിനുശേഷം ഫാസ്റ്റ് ചാർജ് ചെയ്യുന്ന ആ ഒരു സോക്കറ്റിനകത്തേക്ക് ഇൻസർട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കണക്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിനുശേഷം ഒരല്പം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചാർജിങ് ആരംഭിക്കും. ചാർജിങ് ആരംഭിക്കുന്ന സമയത്ത് ചാർജിങ് എന്ന് എഴുതി കാണിച്ചതിന് ശേഷം എത്ര മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ആ ഒരു ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വരും. ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനായിട്ട്, അതായത് 80% ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂറും 20 സെക്കൻഡും വേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഴുതി കാണിച്ചു. അപ്പോൾ ഇപ്പോൾ നിലവിൽ 80% മാത്രമേ ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏകദേശം 1 മണിക്കൂർ വന്നപ്പോഴത്തേക്ക് ഏകദേശം 73 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കിട്ടി. വേറൊരു സുഹൃത്ത് ഇതുപോലെ ചാർജ് ചെയ്യാനായിട്ട് വന്നു. അത്യാവശ്യമാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതേന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഗണ്ണ് ഓഫ് ചെയ്തു. ഗണ്ണ് ഓഫ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് ബൈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് റിലീസ് ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കും. അതിനുശേഷം മാത്രമേ ആ ഒരു ഗണ്ണ് ഊരിയെടുക്കാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ലോക്ക് വരുന്നുണ്ട്. ലോക്ക് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഊരിയെടുക്കാൻ പറ്റത്തില്ല. വീണ്ടും അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വന്ന് അത് ചെയ്താലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഗണ്ണ് റിലീസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ലോക്ക് പൊട്ടിപ്പോവും. ജസ്റ്റ് സ്റ്റാൻഡ് ബൈ ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോഴത്തേക്ക് റിലീസ് ചെയ്യുന്ന ശബ്ദം കേൾക്കും. അതിനുശേഷം മാത്രമേ ഗണ്ണ് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് പറഞ്ഞതാണ് വിട എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് പോയിന്റിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് എന്നും അതുപോലെ തന്നെ ചാർജ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഡിസ്കണക്റ്റ് ചെയ്യേണ്ടതെന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി.